അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പ്രശ്നമാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ആ മെസ്സേജ് എനിക്കും കിട്ടിയിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ഓഫീസ് സാധാരണ മട്ടിലുള്ള കണക്ക് കൂട്ടിയിട്ട് ഇത്ര കിലോമീറ്ററിന് ഇത്ര എന്നുള്ള കണക്ക് കൂട്ടിയാണ് കൊടുത്തത്. അത് ശരിയായിരുന്നില്ല. അതിനു മുമ്പ് സെക്രട്ടറിയോ എന്നെയോ ഓഫീസ് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത്രയേ ഉള്ളൂ. അത് സോൾവ് ചെയ്തിട്ടുണ്ട്. ബാലേന്ദ്രനോട് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു പ്രശ്നമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ അങ്ങനെ കാരണം ഇത് വളരെ ലിമിറ്റഡ് പണം കൊണ്ട് നടത്തുന്ന ഒരു ഉത്സവമാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും സാധാരണ എല്ലാ എഴുത്തുകാർക്കും കൊടുക്കുന്ന 1000 രൂപയാണ്. പിന്നെ ഇവിടെ കിലോമീറ്റർ കണക്കാക്കിയിട്ടുള്ള ഒരു രീതിയാണ് പണ്ട് തൊട്ടേ അവലംബിച്ചു പോരുന്നത്. അപ്പോൾ അത് യാന്ത്രികമായിട്ട് ഫോളോ ചെയ്യുകയാണ് ഓഫീസ് ചെയ്തത്. പക്ഷേ ബാലേന്ദ്രൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ കൂടുതൽ സംസാരിച്ചു, വളരെ കൂടുതൽ അതിനുവേണ്ടി എഫർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രത്യേക പരിഗണന എന്നുള്ള നിലയ്ക്കാണ്. അല്ലെങ്കിൽ ആ നിയമപ്രകാരം ഈ ചെയ്തതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ബാലേന്ദ്രന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതിഫലം നൽകാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതെ, തീർച്ചയായും എനിക്ക് വലിയ ഖേദമുണ്ട്. എനിക്ക് തോന്നുന്നത് സെക്രട്ടറിക്കും ഖേദമുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല, ഇത് ഓഫീസിൽ നിന്നുണ്ടായ ഒരു കാര്യമാണ്. അദ്ദേഹം ഇന്ന് രാവിലെ എനിക്ക് എഴുതിയപ്പോഴാണ്, കാരണം ഞാൻ വിളിച്ചുകൊണ്ട് മാത്രം വന്ന ഒരാളാണ് ബാലേന്ദ്രൻ, സാറിന് അക്കാദമിയിൽ വരാറില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സങ്കടമുണ്ട് അത്തരം ഒരു സംഭവം ഉണ്ടായതിൽ. അതുകൊണ്ടാണ് ഉടനെ തന്നെ അത് പരിഹരിക്കാനുള്ള നടപടി എടുത്തത്. അത് പിന്നെ പൊതുവായൊരു പ്രശ്നമാണ്. അതിപ്പോൾ സാഹിത്യ അക്കാദമിയുടെ പ്രശ്നമല്ല. ഇപ്പോൾ സിനിമാ താരങ്ങൾക്ക് കിട്ടുന്ന പണം കവികൾക്ക് കിട്ടുന്നില്ല മുതലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ ഒരു സാമൂഹ്യ പ്രശ്നം എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ അഭിമുഖീകരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെങ്ങനെയാണ് കലാകാരന്മാരെ ട്രീറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ട് എഴുത്തുകാർക്ക് കുറവ് പ്രതിഫലം നൽകുന്നു, നടന്മാർക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മിമിക്രി കലാകാരന്മാരുൾപ്പെടെയുള്ള കലാകാരന്മാർക്കോ കൂടുതൽ പ്രതിഫലം നൽകുന്നു. അത് നമ്മുടെ സമൂഹം എങ്ങനെയാണ് എഴുത്തുകാരെ, അതാണ് ബാലൻ്റെയും യഥാർത്ഥ പ്രശ്നം. ഒരു വ്യക്തിപ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല വാസ്തവത്തിൽ. കാരണം ബാലൻ പറയുന്നത് സാഹിത്യത്തോട് പൊതുവേ നമ്മൾ കാണിക്കുന്ന ഒരു അവഗണന, അല്ലെങ്കിൽ മറ്റ് പല കലകളെക്കാളും താഴെയാണ് സാഹിത്യം എന്നുള്ള ഒരു തോന്നൽ. നമ്മൾ സാഹിത്യകാരന്മാരെയൊക്കെ ബഹുമാനിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു പൊതു പ്രശ്നം എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് അത് ഉന്നയിക്കുന്നത്. ആ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും ബാലൻ്റെ കൂടെയാണ്. അല്ല, ഫേസ്ബുക്കിലല്ല, ബാലൻ എനിക്ക് അയച്ചു തന്നു. ഞാൻ ഫേസ്ബുക്ക് അങ്ങനെ എല്ലാവരും നോക്കാറൊന്നും സമയമില്ല ഈ സമയത്ത്. ബാലൻ എനിക്ക് അയച്ചു തന്നു. ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട് പക്ഷേ മാഷ ഉദ്ദേശിച്ചിട്ടല്ല. ഇതൊരു പൊതുവായ പ്രശ്നം എന്നുള്ള നിലയ്ക്ക് അങ്ങനെ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഇതിലിപ്പോഴും കിടപ്പുള്ളൊരു കാര്യമാണത്. അപ്പോൾ ഉടനെ ഞാൻ എഴുതുകയും ചെയ്തു. ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. പിന്നെ ക്ലർക്സിനോട് അന്വേഷിച്ചപ്പോഴാണ് അവർ പഴയ കണക്കുകളനുസരിച്ചുള്ള പണം കൊടുക്കുകയാണ് ചെയ്തത്. അത് പോരായിരുന്നു. അത് ബാലേന്ദ്രൻ നടനായതുകൊണ്ടൊന്നുമല്ല. ബാലേന്ദ്രൻ 2 മണിക്കൂർ വളരെ ദീർഘമായ പ്രസംഗം ചെയ്ത് ഇതിൽ ഏറ്റവും പോപ്പുലറായൊരു പരിപാടിയായിരുന്നു, ഏറ്റവും അധികം ആളുകൾ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രത്യേക പരിഗണന ബാലേന്ദ്രൻ അർഹിക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത് വളരെ ദുഃഖകരമാണ് ആ സംഭവം. അതുകൊണ്ടാണ് അത് ഉടനെ തന്നെ പരിഹരിക്കാനുള്ള നടപടി എടുത്തത്. അപ്പം തന്നെ അറിയിച്ചു. തീർച്ചയായിട്ടും എനിക്കത് ഉടനെ മനസ്സിലാവുകയും ചെയ്തു. കാരണം അത് ഞാൻ അറിയില്ലായിരുന്നു ഈ ഇത്ര അതൊരു സാധാരണ ക്ലറിക്കൽ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുന്നുള്ളത് ഞാൻ സെക്രട്ടറിക്ക് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്.